പൊന്നുകാന്തനെ അല്ലൽ തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നേ. പൊന്നുകാന്തനെ അല്ലൽ തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നേ. ഓ തുല്യമില്ല മോദത്തോടു വീണകളേന്തി, ആമേ തുല്യമില്ല തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ആമേ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോടു ചേർന്ന് ഇപ്പതെത്ര മോദമേ, എൻ്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. ഹല്ലേലൂയ യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ഓ ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരു കീടുന്നാവ്. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരു കീടുന്നവൻ. ഓ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, ആമേൻ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരും എൻ്റെ വാസമെന്നീ മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. ഓ എന്നു തീരും എൻ്റെ വാസമെന്നീ മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. ഓ അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, അന്നു തൻ്റെ ഗ്ലോറി പാടിയാർക്കുമേ. ഓ എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, ആമേൻ എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ അല്ലൽ തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നേ. ആമേൻ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ എന്തല്ലൽ തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നേ. ഓ തുല്യമില്ല മോദത്തോടു വീണകളേന്തി, ആമേൻ തുല്യമില്ല വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ആമേൻ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, എൻ്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, എൻ്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ. ജീസസ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്താനത്തിലായിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യത്തെ നൽകി.
കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമുക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഈ ചീട്ട് എനിക്ക് വീണത്. അതുകൊണ്ട് ഇവിടെ നിൽക്കാനുള്ള ഒരു ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടല്ല വന്നത്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, പാസ്റ്റർ ജോൺ ഡാനിയൽ പാസ്റ്റർ എൻ്റെ ഒരു ആത്മീയ ഗുരുവായിരുന്നു. ബാംഗ്ലൂരിൽ എവിടെ പോയാലും അന്ന് നമ്മുടെ IPC സഭകളൊന്നും ബാംഗ്ലൂരിൽ അധികം ഇല്ല. എവിടെ പോയാലും ഒരു സഭയേ ഉള്ളൂ. ഔട്ട് സ്റ്റേഷനിലെല്ലാം പോവും. എവിടെ പോയാലും എന്നെ ആ ബൈക്കിൻ്റെ പുറകെ കൊണ്ടുപോകും. മെയിനായിട്ട് എന്നെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, പുള്ളി ഓടിക്കുന്ന ചെറിയ ഒരു ബൈക്കുണ്ട്, അത് ഏത് സിഗ്നൽ വന്നാലും നിൽക്കും. അപ്പം അത് തെള്ളിയാലേ സ്റ്റാർട്ടാകത്തുള്ളൂ. അപ്പം എന്നെ മെയിനായിട്ട് കൊണ്ടുവന്നത് അത് തള്ളാൻ വേണ്ടിയാണ്. സ്റ്റാർട്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അതിനകത്ത് പുറകെ കയറും. സഭയിൽ ആരാധനയ്ക്ക് അഥവാ മീറ്റിംഗ് എവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പം എന്നോട് പറയും, ഒരു പാട്ട് വന്ന് പാടാൻ പറയും, അല്ലെങ്കിൽ 5 മിനിറ്റ് ദൈവജനത്തിന് സംസാരം. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പം ഞാൻ അന്ന് ഇത്രയും എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു പതിവും എന്നോട് കർത്താവൻ ദാസൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മോനെ എപ്പം ദൈവസന്നിധാനത്തിൽ വന്നാലും ഒരുക്കത്തോടെ വന്നിരിക്കണം. ഒരുക്കത്തോടെ എന്തോരും അല്പസമയം പറയാനായിട്ട്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഒരു പാട്ട് എപ്പോഴും കരുതിക്കൊണ്ട് വരണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും അത് ഓർക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഏത് സമയത്ത് ദൈവസന്നിധാനത്തിലായിരുന്നാലും നമ്മൾ ഒരുക്കത്തോടെ വന്നിരുന്നാൽ ദൈവം നമുക്ക് അനുഗ്രഹത്തെ ചൊരിയും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഇവിടെ നിന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ഇസ്രായേൽ ജനങ്ങളോട് ഫിലിസ്ത്യർ പല പ്രാവശ്യം യുദ്ധത്തിന് പോയി. അന്ന് ഫിലിസ്ത്യർ ഭയങ്കര ഒരു വെൽ വാർ ചെയ്യുന്ന അവർക്ക് നല്ല സൈനികരെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങളെ നോക്കിയാൽ അവർക്ക് എല്ലാം ഉണ്ട്. എന്നാൽ അവർക്ക് ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി, എന്താ ഞങ്ങൾക്ക് എല്ലാം യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ജനങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല? പ്രശ്നം വെച്ചു. പ്രശ്നക്കാർക്ക് മനസ്സിലായി, അവരുടെ കയ്യിൽ ഒരു പെട്ടകം ഇരിപ്പുണ്ട്. ഈ പെട്ടകം അവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവരെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെന്നുള്ള ഈ പെട്ടകം, ആരാധനയെന്നുള്ള ഈ പെട്ടകം, സ്നേഹം, ഐക്യത നമ്മുടെ ജീവിതത്തിൽ അത് പിടിച്ചു വെക്കുന്നിടത്തോളം കാലം ശത്രു നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് രാത്രി ദുഷ്ടശക്തിയോട് പറ, ഞാൻ പെട്ടകം വിട്ടുകൊടുക്കത്തില്ലെന്ന്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്ന പെട്ടകത്തിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ശത്രുവിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു. ദൈവം ആരെന്ന് നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് ദൈവമായി ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കായിരുന്നു, എത്രയോ ആരോഗ്യമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ദൈവം നമ്മുടെ ആരോഗ്യബലത്തോടെ ഈ പ്രദേശത്ത് കാത്തല്ലോ. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ വിശ്വസ്ത വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ വിഷയങ്ങൾ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക സ്റ്റേറ്റുകൾ കോവിഡിനാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം അതിനൊരു ശാന്തത വരുത്തി. ബാംഗ്ലൂരിൽ വളരെ ശാന്തമായി ഇപ്പം ജനങ്ങൾ ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ലോക്ക്ഡൗൺ എല്ലാം മാറി. ഹല്ലേലൂയ. എന്നാൽ അനേകർ ഇന്നും ഹോസ്പിറ്റലാണ്. അവിടെ ഒരു ദൈവദാസൻ ഇവിടെ വന്നിപ്പോൾ ബാബുച്ചാൻ പറയുകയായിരുന്നു, പാസ്റ്റർ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, അമേരിക്കയിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പേരിൽ അധികം ഈ ദിവസങ്ങളായി അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സഭ നയിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ ഹല്ലേലൂയ കോവിഡിനാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് തന്നെ വയറ്റിനകത്ത് ക്യാൻസർ വളരെ സീരിയസ് ആയുള്ളൊരു കണ്ടീഷനിലായിരിക്കുന്നു. ആ ദൈവദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പലർക്കും ആ ദൈവദാസനെ അറിയാം. ഹല്ലേലൂയ. ആ കുടുംബം വളരെ കഷ്ടതയിലും കണ്ണുനീരിലായിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹല്ലേലൂയ മിഷൻ പ്രവർത്തനത്തിൽ
പ്രവർത്തനത്തിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 4 സ്റ്റേറ്റിനെ 4 ഏരിയയിലുള്ള പ്രവർത്തനത്തെ ദൈവം ഈ ദിവസങ്ങളായി ഹല്ലേലൂയ ശക്തിപ്പെടുത്തട്ടെ. അനേക മിഷണറികൾ കഷ്ടപ്പെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഭൗതികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി നമ്മൾ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ സഭ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ദൈവത്തിന് അസാധ്യമായി ഇതൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി ശത്രുവിന്റെ കോട്ടയെ ഇടിച്ചു തകർക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ സർവായുധം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവൻ കണ്ണുനീര് കണ്ട് മറി നടന്നു പോകുന്ന ദൈവമല്ല. കരയുന്ന കാക്ക കുഞ്ഞിനാഥന്റെ സമയത്ത് ആഹാരം നൽകുന്ന ദൈവം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി കണ്ണുനീരൊഴുക്കുന്ന നമ്മുടെ കണ്ണുനീർ തുള്ളികൾ ഹല്ലേലൂയ അവൻ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അവൻ ഒരിക്കലും മറക്കുന്നില്ല. Glory to God, glory to God. ഏത് പ്രശ്നങ്ങളായാലും ഏത് പ്രതിസന്ധികളായാലും ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവം സകലവും ചെയ്യുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരിനെ വിശാലപ്പെടുത്തട്ടെ. അനേക കുടുംബങ്ങൾ ഈ സഭയിൽ കൂടി വരട്ടെ. നമ്മുടെ യുവജനങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുഖമില്ലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. Glory to God, glory to God, glory to God, glory to God. ആരും മൗനമായിരിക്കരുത്. ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അല്പജനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, അല്പം പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം അനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ആത്മാവിനെ ഇന്ന് രാത്രി സമയം നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. നല്ല വചനം നമുക്ക് ഇന്ന് രാത്രികാലം ദൈവവചനം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, glory to God, glory to God, glory to God. സഹോദരി സഹോദരന്മാർ പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord, hallelujah. Amen. Amen, amen, amen. Glory to God. Amin, 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 amin. Amin, 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 amin. Oh, hallelujah. Amin, 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 amin. Hallelujah. Oh. Amin, amin, amin.
ഈ രാത്രികാലം ഞങ്ങളെ ഒന്നിച്ച് സമർപ്പിക്കുകയും ഈ വചനപ്രാണദാസനെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് ഭാഷ പിലിപ്പിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദാസനെയും അനുഗ്രഹിച്ച് ദേശത്തിന് കൊണ്ടുവന്ന് ഈ ജനത്തിന് വേണ്ടി നിൽപ്പാൻ, ഈ ജനത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ ദാസനെ ദൈവം നിയോഗിച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ ഈ ആരാധനയുടെ കർത്താവേ, ഈ ചർച്ചിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുകയും കർത്താവ് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ രോഗികളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ കിലയാതിൽ വൈദ്യനുണ്ട്, കിലയാതിൽ സുന്ദരനുണ്ട്. നമ്മുടെ ജനത്തിൽ പുത്രിക്ക് രോഗശാന്തി രോഗങ്ങളൊക്കെ ശമിക്കേണ്ട കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ ആരാധനയ്ക്കായി വിടുതൽ നടക്കുമല്ലോ. ഞങ്ങൾ ഒരു കാലഘട്ടം മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ സൗഖ്യം കർത്താവേ. ദിവസങ്ങൾ നടക്കേണ്ടതിനായിട്ട് വീണ്ടും ദൈവത്തിന്റെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നിരാശപ്പെട്ട ആരും ഇവിടെ വന്ന് നിരാശയോടെ മടങ്ങി പോവാൻ ദൈവമിടയാക്കുക. ഞങ്ങളുടെ നിരാശകളെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ സമാധാനത്തോടെ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനത്തോടാണ് ആ സമാധാനത്തിലെ സ്വസ്ഥതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ധ്യാവേളയ്ക്കായ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാകപ്പെടുത്തൽ വലിയ വേളയിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു നിന്റെ സ്തുതിപ്പാൻ ബന്ധപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും കൃപയും തന്നെ ഞങ്ങളെ കൂട്ടിവരിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ പറയുന്നു കർത്താവേ. ഞങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ യോഗ്യതയുള്ള ലോകത്തിൽ നിന്നും കർത്താവെ മൺമറന്നു പോയപ്പോൾ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി ശേഷിപ്പിച്ചത് കർത്താവെ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുവാൻ കർത്താവ് ചെയ്തോളം മഹത്വത്തെ പൂർത്തീകരിച്ച് അപ്പന്റെ സന്നിധി വിശ്വസ്തരായി നിൽപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ ഒരുക്കിയെടുക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകത്തിന് വേണ്ടിയോ ലോകത്തിലുള്ളതിന് വേണ്ടിയോ അല്ല കർത്താവെ സ്തോത്രം. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതിന് കർത്താവെ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഓരോ ദിവസവും ഒരുക്കിക്കൊള്ളേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
കഴിഞ്ഞ ആഴ്ച ആ സംസാരിച്ച വിഷയം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞാനത് ആവർത്തിച്ച് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമക്കളെ, ശത്രു അത് കണ്ടൊരിക്കലും രസിക്കത്തില്ല, സഹിക്കത്തില്ല. കർത്താവിൻ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം അഭിഷേകത്തിന് ദൂത് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വിളമ്പി തരുവാൻ വേണ്ടി കർത്താവിൻ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓരോ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഭ കടന്നു പോകുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരാഴ്ച കൂടെ ഞാൻ പറയുന്നു, നമ്മുടെ സഭയെ ഓർത്ത് കണ്ണുനീരൊഴുക്കി നമുക്ക് പ്രാർത്ഥിക്കണമേ. ആത്മാർത്ഥമായി നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ വിഷയങ്ങൾ ഓർത്ത് പ്രിയ പാപ്പി ജോൺ സ്റ്റാൻ പ്രാർത്ഥിച്ചാൽ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ കൂടെ സംസാരിക്കും, ഇടപെടുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവോട് ചേർന്നിരിക്കുന്നതും യേശുവിനായി ജീവിക്കുന്നതും കർത്താവേ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അതാണല്ലോ കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ, അതാണല്ലോ കർത്താവേ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ മുഴുവായി കർത്താവിന്റെ സ്ഥലത്ത് പരമേൽപ്പിക്കുന്നു. ഐതിഹ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ കർത്താവ് സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന് ഞങ്ങളെ തെളിയിച്ചു തന്ന ഒരു സത്യമാണല്ലോ. ഞങ്ങളോട് കൂടെ അതിന്റെ മിസ്ട്രി പലപ്പോഴും അടിയൻ രാത്രിയിലും പോലും ഓർത്ത് ദൈവത്തിനെ സ്തുതി കരയിക്കാണ്. അദ്ദേഹത്തെ എത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ഒന്നുമല്ല ഭാവി. നീ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിരുന്നു, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്നും കൂടി ഞങ്ങളോട് അറിയിച്ചായിരുന്നു. ഭാവി നീ ഞങ്ങളെ കൈവിട്ടിട്ടില്ലല്ലോ. നന്ദി, നന്ദി, നന്ദി. നിന്റെ ജനം അന്യാധീനപ്പെട്ടു പോകാതെ കർത്താവേ ഞങ്ങളെ സൂക്ഷിച്ചു. ശത്രു ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ നിർത്തുവാൻ നിന്റെ ശക്തി കർത്താവേ. ഞങ്ങൾ അഹങ്കരിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾ നിഗളിച്ചു പോയി, ഞങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഉണ്ടെന്നുള്ളത് ഭാവം ഉണ്ടായിരുന്നു കർത്താവേ. അത് നിന്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റു പറയുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കൊള്ളാവുന്ന മാനപാത്രങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഞങ്ങളുടെ അറിവുകളും ഒക്കെ ഞങ്ങളോട് കേൾക്കണം. ഞങ്ങളുടെ പുണ്യമൊന്നും നോക്കുന്നത് ലോകത്താകെ ഞങ്ങൾ ജീവിക്കുന്നത്. സ്വർഗസ്ഥ പിതാവേ, നിനക്ക് ഞങ്ങളോട് കണ്ടു തോന്നിയിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. സ്നേഹം കടന്നു പോകാതെ ഞങ്ങളെ സഹായിക്കണേ. ഇത് രാത്രികാലം കടന്നുപോകുന്നതിന്റെ മുന്നിലൂടെ കർത്താവേ ഞാൻ സഹായിക്കട്ടെ. ദേവഭവനത്തിന്റെ മുമ്പ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അകം പറ്റിക്കൊണ്ടിരിക്കുവാൻ ഇടയാക്കിയോടെന്ന് പ്രാർത്ഥിക്കുന്നു. വാർന്നും വാർന്നും തിരികെടുക്കാതെ യേശുവിൻ സന്നിധാനത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ പലരും വെക്കേഷനിലായിരുന്നു, യാത്രയിലായിരുന്നു, സ്ഥലങ്ങളിലായിരുന്നു. ദൈവം പലരെയും കൂട്ടിക്കൊണ്ടുവന്നു. അല്പസമയം സാക്ഷ്യത്തിന് വേണ്ടിയുള്ള സമയമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിഷയത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്പസമയമുണ്ട്. അതിനുവേണ്ടി സമയത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ സഹോദരി
സാക്ഷി പറഞ്ഞ സൗരമാന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവസം വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തട്ടെ. ആ കോട് ഭാരത്താൽ ആ കുടുംബത്തെ ദൈവം വിടുവിച്ചു. ക്ഷീണത്തിലായിരിക്കുന്നു. ദൈവം അവരെ വിടുവിക്കുവാൻ വേണ്ടി തുടർച്ചയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയായിട്ട് വഹിക്കണമെന്ന് ലാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളെ ഓർത്ത് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കുന്നു. കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ പാടി ദൈവത്തെ മാറ്റപ്പെടുത്താം. നീ എന്നും രക്ഷകൻ, ഹാഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ തീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. നീയല്ലാതൻ ഭാരം താങ്ങുവാനായി ഇല്ലെനിക്കാരുമേ. നീയല്ലാതൻ ഭാരം താങ്ങുവാനായി ഇല്ലെനിക്കാരുമേ. നിൻ കൈകളാലും കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നിൻ കൈകളാലും കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നീ എന്നും എൻ രക്ഷകൻ, ഹാഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. തീരാത്ത ദുഃഖവും ഭീതിയുമാദിയും തോരാത്ത കണ്ണീരും, തീരാത്ത ദുഃഖവും ഭീതിയുമാദിയും തോരാത്ത കണ്ണീരും. ഭാരീതിയിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി. ഭാരീതിയിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. എന്നാശ തീർന്നങ്ങു വീട്ടിൽ വരും നാൾ എന്നാണ് നാഥനേ. എന്നാശ തീർന്നങ്ങു വീട്ടിൽ വരും നാൾ എന്നാണ് നാഥനേ. അന്നാൾ വരെയും മണ്ണിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. അന്നാൾ വരെയും മണ്ണിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. നീ എന്നും എൻ രക്ഷകൻ, ഹാഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നൻ വേദനകൾ. നീയല്ലാതൻ ഭാരം താങ്ങുവാനായി ഇല്ലെനിക്കാരുമേ. നീ
കരങ്ങളാലും കണ്ണീർ തുടയ്ക്കും നീ എന്നെ കൈവിടാവൂ നീ എന്നും എൻ രക്ഷകൻ ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥ നിന്നിൽ ചാരുന്ന നേരത്തിൽ തീരുമൻ വേദനകൾ നിന്നിൽ ചാരുന്ന നേരത്തിൽ തീരുമൻ വേദനകൾ തീരാത്ത ദുഃഖവും ഭീതിയും ആധിയും തോരാത്ത കണ്ണീരും തീരാത്ത ദുഃഖവും ഭീതിയും ആധിയും തോരാത്ത കണ്ണീരും പാരിതിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി പാരിതിലെൻ്റെ പാതയിലേറും നേരത്തും നീ മതി നീ എന്നും എൻ രക്ഷകൻ ഹാഹാ നീ മതി എനിക്കെല്ലാമായി നാഥ നിന്നിൽ ചാരുന്ന നേരത്തും വീരുമൻ വേദനകൾ ഓ നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ നിന്നിൽ ചാരുന്ന നേരത്തിൽ വീരുമൻ വേദനകൾ പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധാനത്തിൽ ആയിരിക്കാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും ഒക്കെ നമുക്ക് ലഭിച്ച നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ക്ഷേമത്തോടെ ഈ രാത്രി ദൈവസന്നിധാനത്തിൽ വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം പാടിയ പാട്ടുകളിലൊക്കെയും കർത്താവിൻ്റെ വരവിനു വേണ്ടിയുള്ള ആകാംക്ഷയെ ധ്വനിക്കുന്ന വാചകങ്ങൾ ഉണ്ടായിരുന്നു. നല്ലത് തന്നെ. എന്നാൽ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. എല്ലാം പറയുന്നില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും വരവിൻ്റെ ലക്ഷണത്തെക്കുറിച്ചും എൻ്റെ ബാല്യം മുതൽ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പലതും അതൊക്കെയും പണ്ട് ഏതോ സായിപ്പ് പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നതെന്നല്ലാതെ വേദോസ്തം പഠിച്ച് പറയുകയാണോ എന്ന് സംശയമുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ട്. അതാണ് വരവിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ എനിക്ക് കുറച്ചുകൂടി. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എപ്പോഴാണ്? സുവിശേഷം ലോകത്തുള്ള എല്ലാ ജാതികളിലും എല്ലാ പീപ്പിൾ ഗ്രൂപ്പ്സിലും പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് വരും. അതുവരെ എത്ര ആവേശം കൊണ്ടാലും കർത്താവ് വരികയില്ല. കർത്താവ് വരാത്തതിൻ്റെ കാരണം കർത്താവ് ഒന്നാമത് എന്തിനു വേണ്ടി വന്നോ ആ വിവരം ലോകം മുഴുവൻ അറിഞ്ഞിട്ടില്ല.
അതറിയിക്കാനുള്ള ചുമതല നമ്മളെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടോ അറിയിക്കാൻ പലർക്കും താല്പര്യമില്ല. അറിഞ്ഞ് നമുക്ക് എത്രയും വേഗം അങ്ങ് പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ കർത്താവിന് അതിനേക്കാൾ താല്പര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരോടൊന്ന് അറിയണമെന്ന്. അതുകൊണ്ട് കർത്താവ് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആവശ്യം കൊണ്ട് പാട്ട് പാടിക്കോ, എന്താ വേണമെന്ന് ചെയ്തോ, നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല കർത്താവ് വരുന്നത്. അതിനു മുമ്പ് സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടൊക്കെ. അപ്പോൾ കർത്താവ് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നെ ഈ പ്രസംഗിക്കാനും ഈ ക്ലാസ് എടുക്കാനും വിളിക്കുന്നിടത്തൊക്കെ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ പറയും. ഞാനങ്ങൂഴി. അതിൻ്റെ കാരണം എല്ലാവരും പറയുന്നത് തന്നെ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ എനിക്ക് റിമാർക്ക് ഇടും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ആർജവം ഇപ്പോഴും ഇല്ല. എന്നാൽ ഇത് പറയാതിരിക്കാനും ഒക്കത്തില്ല. കർത്താവിൻ്റെ വരവിന് താമസിക്കുന്നതിന് 2 കാരണമേ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിലാണ്. 2 പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പ്രധാനറിയാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കർത്താവിൻ്റെ വരവിന് താമസം എന്തുവാ കാര്യം? നിങ്ങൾ തന്നെ പറ. അവിടെ എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ മതി, കേട്ട പ്രസംഗങ്ങളൊന്നും പറയണ്ട. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവിന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് വരണമെങ്കിൽ അതിനുള്ള വഴി ഒരുക്കണം. സുവിശേഷകന്മാരെ അയക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മിഷൻ വേലയെ സപ്പോർട്ട് ചെയ്യണം. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കാത്തവർക്ക് കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്തോ അവകാശം. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വാക്യമുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. 1 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. വല്ല പിടിയും കിട്ടിയോ? എനിക്കും വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അത് നിങ്ങൾക്ക് എന്നാ മനസ്സിലായെന്ന് പറ. രാവിലെ വൈകിട്ട് ചുമ്മാതി വേദോസ്തം ഈ രാമായണം വായിക്കുന്ന പോലെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ലല്ലോ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് അതെന്താ? എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിക്കേണ്ട കഷ്ടങ്ങൾ എല്ലാം കർത്താവ് അനുഭവിച്ചോ? അതെന്തൊരു കുറവുണ്ടോ? എന്തോ കുറവ്? ഒന്നുമില്ല. പിന്നെ പൗലോസ് പറഞ്ഞാൽ ഏതാണ്ടൊരു കുറവുണ്ട്. കർത്താവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ എന്ന് പറഞ്ഞാൽ പൗലോസ് തൻ്റെ ശരീരം കൊണ്ട് അത് ചെയ്തു തീർക്കാം. എന്തായിരിക്കും? അത് തന്നെ. മമ്മയ്ക്ക് ദൈവം വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്നുണ്ട്. അത് തന്നെ. കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ള കഷ്ടം മുഴുവൻ അനുഭവിച്ചു. എന്നാൽ ആളുകൾ രക്ഷയിലേക്ക് വരുന്നതിന് ഒരു കുറവുണ്ട്. ഈ വിവരം അവരോട് പറയണം.
അതാ ഒരു കുറവുള്ളത്. അത് പൗലോസ് പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം. എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഒരു കുറവ് ബാക്കിയുണ്ട്. ഈ വിവരം ആളുകൾ അറിയുന്നില്ല. അത് പൗലോസ് പറഞ്ഞു, ആ കുറവ് എൻ്റെ ശരീരത്തിൽ ഉണ്ട്, ഞാൻ നിവർത്തിച്ചു കൊള്ളാം. ആരോഗ്യമുള്ളൊരു ശരീരവും ചിന്തിക്കാൻ കഴിവുള്ളൊരു മനസ്സും നമുക്ക് തന്നിട്ടുള്ളത് ആ കുറവ് തീർക്കാൻ വേണ്ടിയാണ്. അതിനാ ഭൂമിയിൽ നമ്മെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വിവരം ആളുകളെ ഒന്ന് അറിയിക്കാൻ. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഇന്നത്തെ വിഷയം അതല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം കുറേ സഹോദരിമാരോടാണല്ലോ ദൂതൻ പറയുന്നത്. അന്നേരം അവരോട് പറഞ്ഞ ഒരു വാക്ക് ഓർക്കുന്നുണ്ടോ? പറയണം, പക്ഷെ എപ്പോഴാണ് സൗകര്യമുള്ളപ്പം പറയണമെന്നാണ്. ഒരു വാക്ക് അവിടെ വിട്ടുപോയി. വേഗത്തിൽ ചെന്ന് പറയണം. അങ്ങനെ വാക്കില്ലേ അവിടെ? വേഗം ചെന്ന് പറയണം. അതിനെക്കുറിച്ച് ഒരു രസകരമായ ചിന്തയുണ്ട്. ഒരുമാർക്ക് വിഷമം തോന്നരുത്. വേറൊരാൾ പറഞ്ഞതാ, ഇതാരോടും പറയരുതെന്ന് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ലോകം മുഴുവൻ ഇത് പറഞ്ഞേനെ. അല്ല, അത് സഹോദരന്മാർക്കും ബാധമാകട്ടെ. സാധാരണ ഏറ്റവും കൂടുതൽ പരക്കുന്ന വാർത്ത ഏതെന്നറിയാമോ? ആരോടും പറയരുതെന്ന് പറയുന്ന വാർത്തയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിവരം വേഗം പോയി പറയാൻ പറഞ്ഞതുകൊണ്ടായിരിക്കാം പറയാൻ ഒരു മടി. അതിവേഗം സഞ്ചരിക്കേണ്ട വാർത്ത ഏതാ? കേട്ട നുണയല്ല, അവിടെ ഇവിടെയും കിട്ടിയ അറിവുകളല്ല. അതിവേഗം സഞ്ചരിക്കേണ്ട ഒരു വാർത്തയുണ്ട്. അത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുള്ള വാർത്തയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് 2000 വർഷം കഴിഞ്ഞല്ലോ. ഈ കൊക്കക്കോള എന്ന് പറയുന്ന ദ്രാവകം ഇറങ്ങിയിട്ട് 100-200 കൊല്ലം ഒന്നും ആയിട്ടില്ല. 200 കൊല്ലം പോലും ആകാത്ത ഒരു സാധനം മാർക്കറ്റിലുണ്ടെന്ന് കേൾക്കാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? ഉണ്ടോ? ലോകം ഉള്ള സകല രാജ്യങ്ങളിലും ആ വാർത്ത പറഞ്ഞിട്ടുണ്ട്. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ ടെക്നോളജി. അപ്പോൾ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ടെക്നോളജി പോരാ. അതിവേഗം സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പഴയ രീതികളൊന്നും ഇനി നടക്കുകയില്ല. പരസ്യവും വെച്ചോ കൺവെൻഷൻ വെച്ചോ ആരും വരത്തില്ലെന്നേ, ആരും കേൾക്കാൻ വരിക. അപ്പോൾ നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് ആ ചിന്ത കയറട്ടെ. ഈ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു മാസം $600 ചിലവഴിച്ച് RSTV പ്രസംഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ആളുകൾ കേൾക്കട്ടെ, ആളുകൾ കേൾക്കാൻ പറ്റും. ചില ആളുകൾ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ പ്രസംഗിക്കുന്നത് ഇങ്ങോട്ടും വല്ലതും കിട്ടുമോ? ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല. ആഴ്ചയിൽ 8500 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കത്തില്ല. വേറെ ഒന്നും സാധിക്കാനല്ല, ലോകം മുഴുവൻ ഇത് കേൾക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു 1 ലക്ഷം ട്രാക്റ്റ് അടിക്കാൻ കഴിവില്ലാത്ത ആരാ ഇവിടെ ഇരിക്കുന്നു? പ്രിന്റ് ചെയ്യാനുള്ള കാശ് നിങ്ങളുടെ ലോക്കൽ സഭയ്ക്ക് അയച്ചു കൊടുക്കുന്നേ.
ആരെങ്കിലും പ്രിൻ്റ് ചെയ്യട്ടെന്നേ. പത്രം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഏജൻറ്റിനെ കൊടുത്താൽ മതി. അവൻ പത്രത്തിൻ്റെ അകത്ത് വെച്ച് കൊണ്ട് കൊടുത്തോളൂ. എങ്ങനെയും അതിവേഗം ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതിനുവേണ്ടി എത്തിക്കണം. ഞാൻ രാവിലെ പറഞ്ഞ വീണ്ടും പറയട്ടെ, ഇസ്രായേലിൽ ബോംബ് ഇട്ടതുകൊണ്ടോ റോക്കറ്റ് വിട്ടതുകൊണ്ടോ ഒന്നും കർത്താവ് വരത്തില്ല. പലസ്തീനിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് അശേഷം വിശ്വാസമില്ല. പിന്നെ പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അങ്ങനെ കേട്ടതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചിരിക്കും. എനിക്ക് ഈ ബറോവായിലെ വിശ്വാസികളുടെ സ്വഭാവമാണ്. ബറോവായിലെ വിശ്വാസികൾ എന്ത് കേട്ടാലും അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കും. അത് പൗലോസ് പ്രസംഗിച്ചാലും. പൗലോസ് അവിടെ പ്രസംഗിച്ചതിനെക്കുറിച്ച് അവിടെ എഴുതിയേക്കുന്നത് അതങ്ങനെ തന്നെ ആണോ എന്ന് അവർ വീട്ടിൽ ചെന്ന് പരിശോധിക്കല്ല. കേൾക്കുന്നതെല്ലാം വിഴുങ്ങരുത്, കേൾക്കുന്നതിനെല്ലാം സ്തോത്രവും പറയരുത്. രണ്ടോ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എന്നെ പാമ്പ് കടിച്ചു, ഹല്ലേലൂയ. അതിനെന്തിനാ ഹല്ലേലൂയ പറയുന്നത്? അതെന്തോ പാമ്പാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. അപ്പോൾ കേട്ടവരെന്താ വിചാരിച്ചത്? ആ പാമ്പിൻ്റെ പേരാ ഹല്ലേലൂയ. ഇനി കേൾക്കുന്നതിനെല്ലാം സ്തോത്രവും പറഞ്ഞ് ആമീനും പറഞ്ഞ് ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. കർത്താവ് വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന പലരും പോകത്തില്ല, നമ്മൾ ഉദ്ദേശിക്കാത്ത പലരും അവിടെ ചെല്ലുകയും ചെയ്യും. എല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മളത് നമ്പർക്ക് ഞാനിവിടെ എങ്ങനെ വന്നു പറ്റിയത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, കർത്താവ് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കാൻ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ മിഷണറിമാരെ കൈ തുറന്ന് സഹായിക്കും. അതിനാ ദൈവം സഭയെ ഇവിടെ ആക്കിയിരിക്കുന്നു. കുറേ പേരെ സ്വർഗത്തിലെത്തിക്കാനായിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ കർത്താവ് മരണം വഴിയായിട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ ജീവിച്ച് പാപമൊന്നും ചെയ്ത് കുഴപ്പമുണ്ടാക്കാതെ ഈ രക്ഷിക്കപ്പെടുന്നവരെ മേളിലോട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ നിർത്തിയേക്കുന്നു. ഇവിടെ നിർത്തിയേക്കുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് നമ്മുടെ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ചിന്ത മറക്കരുത്. നിങ്ങൾ വേദപുസ്തകം ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ക്ലീൻ സ്ലേറ്റിലെ വായിക്കാവും. ആ വാക്യത്തെക്കുറിച്ച് അന്ന് വരെ വായിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം മറന്നേച്ച് ക്ലീൻ സ്ലേറ്റിൽ വായിക്കണം. എങ്കിലേ കാര്യം മനസ്സിലാക്കും. നമ്മൾ ഓരോ വാക്യങ്ങളും എടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ തലയ്ക്കകത്തിരിപ്പുണ്ട്. നമുക്ക് കുറേ മുൻവിധികളും ധാരണകളും ഉണ്ട്. അത് വെച്ച് വ്യാഖ്യാനിക്കും. അവിടെ കുഴയുന്നതല്ല. അപ്പോൾ കേട്ടതെല്ലാം പ്രത്യേകം മുറുകെ പിടിക്കണം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതുവരെ കേട്ടതെല്ലാം ശരിയാണെന്നങ്ങ് ചിന്തിച്ചുകൊണ്ട് വായിച്ചാൽ നമുക്കൊരിക്കലും തിരുത്താൻ പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റവും വരികയില്ല. എൻ്റെ ബാല്യം മുതൽ കേൾക്കുന്ന ഇതാ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം നടക്കുന്ന ഇപ്പോൾ കർത്താവ് വരും. യുദ്ധമില്ലാഞ്ഞ് ഏത് കാലഘട്ടമാണ് ഉള്ളത്? ഏതെങ്കിലും ഒരു വർഷം യുദ്ധം നടക്കാത്തതുണ്ട് എവിടെങ്കിലും? ഞാൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലൊന്നും അഭിപ്രായമുള്ള ആളല്ല. എന്നാലും പ്രസിഡന്റ് ട്രംപ് ഇരുന്ന 4 കൊല്ലം അമേരിക്ക ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കാലത്ത് എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയോ? വിയറ്റ്നാമിൽ പോയി വെറുതെ തല്ലുകൊണ്ട് ആ മനുഷ്യൻ കയറിയപ്പം കുറച്ച് സമാധാനം. ലോകത്തെങ്ങും അദ്ദേഹം ഈ കണ്ണുരുട്ടി കാണിച്ചല്ല, എങ്ങും വെടിവെച്ചില്ല. എന്നാൽ ബാക്കി എല്ലായിടത്തും യുദ്ധമില്ലാതിരുന്ന ഒരു കാലഘട്ടവുമില്ല. ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ എവിടെങ്കിലും ക്ഷാമമില്ലാതിരുന്ന ഒരു കാലവുമില്ല. അപ്പോൾ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഒന്നും അല്ല കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം.
അയ്യോ അല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് വായിക്കാം. അതല്ല ലക്ഷണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ വന്നവർ കേട്ടതാ, ഒന്നുകൂടെ ഒന്ന് കേൾക്കുന്നത് നല്ലതാ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസൂചനകളെയും കുറിച്ച് കേൾക്കും, ആ ചഞ്ചലപ്പെടാതിരിപ്പിൻ. ആ അതൊന്നും കേട്ടാൽ ചഞ്ചലപ്പെടണ്ട. ആ അത് സംഭവിക്കേണ്ടത് തന്നെ, ഉം. എന്നാൽ അത് അവസാനമല്ല. അത് അവസാനം അല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെന്തിനാണെന്ന് പാടിക്കൊണ്ട് നടക്കുന്നു? അത് അവസാനം അല്ല. പിന്നെ അവസാനം ഏതാ? ഈ സുവിശേഷം എല്ലായിടത്തും എത്തണം. അത് അവസാനം. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ തിരുത്താൻ കഴിയും. എനിക്ക് തിരുത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. പക്ഷെ പുസ്തകത്തിൽ വാക്യം കാണിക്കണം. ചർമ്മംകുണ്ടത്ത് പറഞ്ഞെന്നോ അമ്പ്രീഡമ്പി പറഞ്ഞെന്നോ ഒന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പുസ്തകത്തിൽ നിന്നൊരു വാക്യം കാണിക്കും. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം ഇന്നതാണ്. പുസ്തകത്തിൽ നിന്ന് കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. അതങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു ചിന്തയൊന്ന് മറിക്കാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. പിന്നെ പറയാം. പക്ഷെ ഇപ്പോഴൊരു ചോദ്യം ചോദിക്കുക. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അവന് വിശ്വാസം ഉണ്ടെന്ന് യേശുവിനെങ്ങനെ ബോധ്യമായത്? പറയാമെങ്കിൽ പറഞ്ഞു. അതല്ല, അതുമല്ല, അതുമല്ല. അതുമല്ല. അതാ ഞാൻ പറഞ്ഞ ക്ലീൻ സ്ലേറ്റിലെ ചിന്തിക്കാം. അത് മനസ്സിൽ ഇരുന്നോട്ടെ, ഇടയ്ക്ക് പറഞ്ഞോളാം. ആ, അതിലെ വിശ്വാസം ഏതാ? പുതപ്പ് വലിച്ചെറിഞ്ഞെന്നുള്ളതാണ്. അതാ വിശ്വാസം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഈ വായിച്ചിട്ട് ഈ കേട്ട പ്രസംഗമെല്ലാം വെച്ചുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സമയം വിട്ടുതന്നുകൊണ്ടല്ലേ ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ ആ പുതപ്പ് വലിച്ചൊരൊറ്റ ഈറ് കൊടുത്തുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ബഥാന്യയിലെ ലാസറിൻ്റെ ഉയർപ്പും കാനാവിലെ കല്യാണം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ലാസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളാരും ഓർത്തിരിക്കില്ല. അതുകൊണ്ട് വീണ്ടും ഒരാഴ്ച പ്രസംഗിച്ചോളാം. ആരെങ്കിലും ഓർക്കുന്നുണ്ട്? ഈ സഭയെ ഞാൻ പറഞ്ഞു. ജോർജ് മോനച്ചൻ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, ബർത്തിമായുടെ സൗഖ്യം
അധികമൊന്നും നമ്മൾ ചിന്തിക്കുന്ന അത്ഭുതങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ ബർത്തിമായുടെ അത്ഭുതത്തിൻ്റെ എനിക്ക് ആകർഷകമായി തോന്നിയ 4-5 കാര്യങ്ങൾ പറയാം. ഒന്ന്, അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി എന്നുള്ളതിനേക്കാൾ അവൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ ഡെസ്റ്റിനിക്ക് തന്നെ ഒരു മാറ്റം വന്ന സംഭവമായിരുന്നു. പിറവിയിലെ കുരുടനായിരുന്ന ഈ മനുഷ്യൻ തിരിച്ചറിവിന് പ്രായമായ സമയം മുതൽ ചെയ്തു വന്നിരുന്ന തൊഴിലെന്താണ്? ഭിക്ഷാടനമാണ്. അന്നു മുതൽ അവൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചുണ്ടായിരുന്ന ചിത്രം എന്തുവാ? ഒരായുസ് മുഴുവൻ ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അവനെക്കുറിച്ച് കണ്ടിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരും അവനെക്കുറിച്ച് വിധിയെഴുതിയത് എന്തുവാ? ഇവൻ ആയുസ് മുഴുവൻ ഒരു ഭിക്ഷക്കാരനായി, ഒരു കുരുടനായി ജീവിക്കേണ്ട മനുഷ്യനാണെന്നാണ്. പക്ഷേ യേശുവിൻ്റെ അരികിൽ വന്ന ആ നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം കേവലം നമുക്ക് പെട്ടെന്നൊരു സൗഖ്യമുണ്ടാകേണ്ടതിനോ പെട്ടെന്ന് ഒരു പ്രശ്നത്തിന് വിടുതൽ തരേണ്ടതിനോ മാത്രമേ ഉപകരിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം കൊണ്ട് അർത്ഥമില്ല. മറിച്ച് ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതവും ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കണം. അത് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ യാത്രയെ മുഴുവൻ അത് ചേഞ്ച് വരുത്തണം. നമ്മുടെ ഡെസ്റ്റിനിയെ പോലും മാറ്റണം. ബർത്തിമായുടെ കണ്ണിന് കാഴ്ച കിട്ടിയ ആ സംഭവം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഇന്ന് വരെ ഒരു ഭിക്ഷക്കാരനായിരുന്നെങ്കിൽ അവൻ്റെ ലേബൽ മുഴുവൻ കർത്താവ് മാറ്റി, അവൻ്റെ ഐഡൻറ്റിറ്റി മുഴുവൻ കർത്താവ് മാറ്റി, അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിയത് ഒരു വഴിത്തിരിവായിട്ട് മാറണം. യേശുവുമായിട്ടുള്ള നമ്മുടെ ഓരോ ബന്ധവും, ഓരോ എൻകൗണ്ടറും ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിട്ട് മാറണം. ഓരോ യോഗങ്ങളും അങ്ങനായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കർത്താവുമായിട്ടുള്ള ഓരോ എൻകൗണ്ടറും ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാകും. അന്ന് വരെ ജീവിച്ച ബർത്തിമായി അല്ല ഇതിന് ശേഷം കാണുന്ന ബർത്തിമായി. അവനിൽ ദൈവം ചെയ്ത ആ അത്ഭുതം അവനെ അറിയാവുന്ന മുഴുവൻ പേരിലും അമ്പരപ്പുളവാക്കിയ ഒരത്ഭുതമായിട്ട് മാറിയതുപോലെ ദൈവത്തോട് അടുത്തു വരുന്ന നമ്മുടെ ഓരോ അനുഭവങ്ങളും, ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന, നമ്മുടെ ഡെസ്റ്റിനിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിട്ട് മാറണം. അതിൽ കുറഞ്ഞൊരു അത്ഭുതം എന്തിനാ? രണ്ടാമത്, ഈ മനുഷ്യന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ മനുഷ്യൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പറ. ഇല്ല. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. അന്ന് വരെ കേട്ടിട്ട്. പക്ഷേ ആ വഴിയിലൂടെ യേശു പോകുമ്പോൾ അവിടെ കേട്ട എരപ്പും ആളൊച്ചയും കേട്ട് ഇവൻ ആരാണ്ടോട് ചോദിച്ചു കാണും, എന്താ ഈ ശബ്ദം കേൾക്കുന്നത്? ആരാണ്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവാ പോകുന്നത്. ആ പുള്ളി ആരാ? യോ, ആ പുള്ളി അല്ലയോ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത്? നീ അറിഞ്ഞില്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ കുരുടനാ, ഞാനിവിടെ ഭിക്ഷയാച്ചോണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ആരോ പറഞ്ഞ നുറുങ്ങ് വാചകങ്ങൾ മാത്രം കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ അകത്ത് വന്ന വിശ്വാസം, ഈ 35 കൊല്ലം ഈ ബെഞ്ചയിലിരുന്ന് പ്രസംഗം കേട്ടെന്ന് നമ്മൾ എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? ഈ മനുഷ്യനും യേശുവുമായിട്ടുള്ള ബന്ധം
കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ വഴിയേ പോയ ആൾ പറഞ്ഞ സാക്ഷ്യം ആ മനുഷ്യൻ്റെ അകത്ത് മായാത്ത വിശ്വാസം ഉളവാക്കിയെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെ കിടക്കും? എവിടെ കിടക്കും? അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മുടെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, ആശ്രയം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ എന്തിനായി പ്രസംഗങ്ങൾ? ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്തിനാണ് പ്രസംഗം കേൾക്കുന്നത്? ഒരു ചടങ്ങിന് വേണ്ടി എന്തിനാണ് പ്രസംഗം കേൾക്കുന്നത്? പക്ഷെ കേൾക്കുന്നതെല്ലാം എന്തായിട്ട് മാറണം? വിശ്വാസമായി മാറണം. അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും ദൈവകൃപയിൽ ഉറയ്ക്കാനുള്ള, നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന സംഭവങ്ങളായിട്ട് മാറണം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പം കേൾക്കുന്നത് എന്തിനാ? വിശ്വാസമാകാൻ, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാനാ, ആശ്രയബോധം വർദ്ധിക്കാനാ. അല്ലാതുള്ള പ്രസംഗങ്ങൾ കൊണ്ട് എന്തോ അർത്ഥം തന്നെ. ഈ അടുത്ത കാലത്ത് ഭയങ്കര മാർക്കറ്റുള്ള ഒരു പ്രസംഗനെ കുറിച്ച് ഒരാൾ എന്നോട് വലിയ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് ആ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഓൾട്ടർ കോൾ നടത്താൻ പറ്റുമോ? അതില്ല. പിന്നെ കുറേ പേരെ ചിരിപ്പിച്ചു, രസിപ്പിച്ചു. എന്തോ ഗുണവും? അതിനേക്കാൾ എത്രയോ നല്ല സെക്യുലർ കഥാപ്രസംഗക്കാരും കൊമേഡിയൻസും ഉണ്ട്. അവിടെ പോയി കേട്ടാൽ പോരെ? അപ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ അകത്ത് ഓരോ പ്രസംഗവും കേട്ട് കഴിയുമ്പോൾ, ഓരോ പ്രാവശ്യവും വചനം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ലാത്ത, യേശുവിനെ കേട്ടിട്ടില്ലാത്ത, യേശുവിനെക്കുറിച്ച് വായിച്ചിട്ടില്ലാത്ത മനുഷ്യന് നിമിഷങ്ങൾ കൊണ്ട് അവനുണ്ടായ വിശ്വാസം പോലും നമ്മുടെ അകത്തുണ്ടാകുന്നില്ല എങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ, കേവലം ഒരു ചെറിയ കഷ്ടത വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകുന്നവരാണെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് എന്തോ അർത്ഥം, എന്നാ പ്രയോജനം? അപ്പോൾ പെട്ടെന്നുണ്ടായ ആ വിശ്വാസമാണ് എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ മനുഷ്യൻ നിലവിളിക്കുന്നു. 48-ാം വാക്യത്തായി, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പൊ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്തോ ചെയ്തു? കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞു. ആരെങ്കിലും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ വായടയ്ക്കോ? ഇല്ല. മിണ്ടാതിരിക്കാൻ യേശു പറഞ്ഞോ? ഇല്ല. മിണ്ടാതിരിക്കാൻ ആരാ പറഞ്ഞത്? അടുത്ത് നിന്ന് ആരാണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആവശ്യബോധമുള്ളവനെ ആരെല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും അവൻ അധികം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും ഒരു നിസാര വാക്ക് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ അങ്ങ് തളരുകയായിരുന്നു. പക്ഷെ ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾക്ക്, ദൈവത്തെക്കുറിച്ച് ആവശ്യബോധമുള്ള ഒരാൾക്ക് വേറെ ആരുടെയും വാക്കുകൾക്ക് അവനെ തളർത്താൻ പറ്റത്തില്ല. അവൻ കുറച്ചുകൂടെ ഉറക്കെ നിലവിളിക്കും. ആളുകൾ എല്ലാവരും അവനോട് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞിട്ടും ഒച്ച വെക്കരുതെന്ന് യേശു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഒച്ചയും നമ്മുടെ അന്യഭാഷയും നമ്മുടെ ആരാധനയും അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ശല്യമായിട്ട് തോന്നിയാലും നമ്മൾ കുഴയേണ്ട കാര്യമില്ല. യേശുവിന് അത് ശല്യമായിട്ട് തോന്നുന്നില്ല. അധികം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്തിരിക്കുന്ന ആളെന്ത് പറയുന്നു, കേൾക്കുന്നവരെന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ബർത്തിമായ്ക്കറിയാം, ഇന്ന് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഇനി ഇതുപോലൊരു അവസരം
എനിക്ക് കിട്ടാൻ വഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. ഇനി ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ആർക്കൊക്കെ ശല്യമായി, ആർക്കൊക്കെ അരോചകമായി എന്നുള്ളതല്ല അവൻ്റെ വിഷയം. എനിക്ക് വിടുതൽ വേണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, എൻ്റെ സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അതിനുവേണ്ടി ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ നിലവിളിക്കുമെന്ന് തീരുമാനമുള്ളവർ കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട്, യേശുവേ ദാവീദ് പുത്ര, നീ പരിഹാരമുണ്ടാക്കണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്ക്. എത്ര നിലവിളിച്ചാലും ദൈവത്തിന് അസഹ്യമായിട്ട് തോന്നത്തില്ല. കഴിഞ്ഞ ദിവസം ഈസ്റ്റാംബൂളിലല്ല, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ചെക്കോസ്ലോവാക്യയിലും ഈസ്റ്റാംബൂളിലും അല്ല, ഇവിടുത്തെ കാര്യം തന്നെ പറയുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ തന്നെ ഒരാളൊരു കമൻറ്റ് പറഞ്ഞു, കുറേ പെണ്ണുങ്ങളിരുന്ന് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചല്ലോ നടക്കുമെന്ന്. കുറേ പെണ്ണുങ്ങളിരുന്ന് പ്രാർത്ഥിച്ച എല്ലാം നടക്കും. ഞാൻ പറഞ്ഞു, അയ്യോ തിരിച്ച് പറയേണ്ടി ഇങ്ങനെ ആയിരുന്നു, ഒക്കത്തില്ല ബ്രദറെ, നമ്മളൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണുങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, നമുക്കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയില്ലേ ഉണ്ട്. മനസ്സിലായോ? പ്രാർത്ഥന ചിലർക്കൊക്കെ അസഹ്യമാണ്, ചിലർക്ക് അരോചകമാണ്. പക്ഷേ മടുക്കരുത്. നമ്മുടെ നിലവിളി കേൾക്കാൻ ഇഷ്ടമുള്ള, ആ ശബ്ദം കേൾക്കാൻ താല്പര്യമുള്ള യേശു ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. അവനോട് നിലവിളിക്ക്, കർത്താവേ വിടുവിക്കണമേ, ഈ രാത്രി എൻ്റെ ദിവസമാണ്, ഇനി ഒരവസരം കിട്ടിയില്ലെന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അല്പസമയം ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ദാവീദ് പുത്ര, കരുണ തോന്നണമേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളെ സഹായിക്കണമേ, വിടുതലിന്റെ കരം നീട്ടണമേ, നീയല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലേ എന്നുള്ള നിലവിളി ഉയരുമ്പോൾ അവരുടെ നിലവിളിക്ക് മുൻപിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അത് പരിഹരിക്കുന്ന ദൈവത്തിന്റെ തിരു സാന്നിധ്യം ഈ രാത്രിയിൽ ഇവിടെ ഉണ്ട്. ആരൊക്കെ ആത്മാവിൽ ആരാധിച്ചാലും എനിക്കത് ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മറുഭാഷ പറഞ്ഞാൽ നിർത്തിത്തരുന്നത് അതിനാ. ഞാനവരെ തടയത്തില്ല. എനിക്കൊരു പ്രസംഗവും മുഴുവൻ തീർക്കണമെന്ന് താല്പര്യമുള്ള ആളല്ല. ജനത്തിന് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവർ സ്തുതിക്കട്ടെ, ആരാധിക്കണമെങ്കിൽ ആരാധിക്കട്ടെ, അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ആരാ തടയുന്നത്? പുരുഷാരം മുഴുവൻ ഭർത്തിമായെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ നിലവിളി നിർത്താതെ, അവന്റെ ഒച്ച കൂടിയതല്ലാതെ, അവന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കൂടിയതല്ലാതെ, അവന്റെ ആരാധന കൂടിയതല്ലാതെ ആളുകളുടെ വാക്കുകൾക്ക് നമ്മളെ തളർത്താൻ പറ്റുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുവോളം ദൈവത്തോട് നിലവിളിക്ക്. ഈ നിലവിളി കേട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു. കർത്താവിന് ഈ പുരുഷാരം ഒന്നുമല്ല വിഷയം. വലിയൊരു പുരുഷാരം അവിടുത്തെ അനുഗമിക്കുന്നുണ്ട്. അവരല്ല കർത്താവിൻ്റെ വിഷയം. എത്ര പേര് കൂടെ ആരവമിടാനുണ്ടെന്നുള്ളതല്ല കർത്താവിൻ്റെ വിഷയം. കർത്താവിൻ്റെ വിഷയം വേദനിക്കുന്ന ഒരു മനുഷ്യൻ ആ തെരുവിൻ്റെ കോണിലിരിക്കുമ്പോൾ യേശുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ,
ആൾക്കൂട്ടത്തിലല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഹൃദയനുറുക്കത്തോടെ തകർന്ന മനസ്സോടെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ കണ്ണു പോകുന്നത്, അവിടെ കർത്താവിന്റെ ശ്രദ്ധ പോകുന്നത്. അവനെ സഹായിക്കാനാ യേശു അതുവഴിയായി വന്നത്. ഇനി അവന്റെ വിശ്വാസം. കർത്താവ് അവനെ വിളിപ്പീനെന്ന് പറഞ്ഞപ്പോഴേ സൗഖ്യമാക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല, സൗഖ്യമാക്കിയില്ല. പക്ഷേ അവൻ്റെ റിയാക്ഷൻ എന്തുവായിരുന്നു? ഉടൻ തന്നെ അവൻ്റെ പുതപ്പ് അവൻ ഇട്ടേച്ച് യേശുവിൻ്റെ അടുത്തോട്ട് കുത്തി. അതാ അവൻ്റെ വിശ്വാസം. എന്താ ഈ പുതപ്പ്? അവനൊരു ഭിക്ഷക്കാരനാണെന്നുള്ളതിൻ്റെ ഐഡന്റിറ്റിയാണ് ആ പുതപ്പ്. ആ നഗരത്തിലെ ഭിക്ഷക്കാരെല്ലാവരും അവനൊരു ഭിക്ഷക്കാരനാണെന്നുള്ളതിൻ്റെ അടയാളമായി ഒരു പുതപ്പ് അവിടെ പുതയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഇവൻ ഭിക്ഷക്കാരനാണ്. പക്ഷേ അവനെ എൻ്റെ അടുക്കലേക്ക് വിളിപ്പീനെന്ന് പറഞ്ഞപ്പോഴേ ഇവൻ്റെ മനസ്സ് പറഞ്ഞു, ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഇനി എനിക്ക് പുതപ്പിൻ്റെ ആവശ്യമില്ല. സൗഖ്യം കിട്ടിയിട്ടില്ല, യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ടുമില്ല. പക്ഷേ ശബ്ദം കേട്ടപ്പോഴേ അവൻ്റെ മനസ്സ് പറഞ്ഞു, പഴയ ആളല്ല ഇനി ഞാൻ. ഈ വിളിയിൽ ഒരു അത്ഭുതമുണ്ട്. ഈ രാത്രി വിശ്വസിക്ക്, വന്ന പോലല്ല തിരിച്ചു പോകുന്നത്. ഓരോ മീറ്റിങ്ങിനും വരുമ്പോൾ ആ വിശ്വാസം വേണം. ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല ഞാൻ തിരിച്ചു പോകാൻ പോകുന്നത്. യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ തന്നെ പുതപ്പ് വലിച്ചെറിഞ്ഞു. അവൻ തന്നെ പുതപ്പ് വലിച്ചെറിഞ്ഞു. അഥവാ അവൻ തന്നെ അവനോട് എന്തു പറഞ്ഞു? എനിക്ക് സൗഖ്യമായി കഴിഞ്ഞെന്ന് അവൻ പറഞ്ഞു. യേശു സൗഖ്യമാക്കുമോ എന്നുള്ള ഒരു സംശയം അവനില്ല. എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ പുതപ്പ് കളയത്തില്ല. പക്ഷെ അവൻ ഉറച്ചു വിശ്വസിച്ചു, ഇനി ഞാനൊരു ഭിക്ഷക്കാരനല്ല, ഇനി ഞാനൊരു തെരുവ് തണ്ടിയല്ല. എൻ്റെ ജനനം മുതൽ ഇന്ന് വരെ ഞാനൊരു ഭിക്ഷക്കാരനായി, അവഗണിക്കപ്പെട്ട മനുഷ്യനായി ഈ തെരുവിലിരുന്നെങ്കിൽ യേശു എന്നെ വിളിക്കുന്നു. ഞാൻ ഇനി തിരിച്ചു പോകുന്നത് പഴയ ആളായിട്ടല്ല, പഴയ അവസ്ഥയിലല്ല. ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഈ രാത്രി ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഞാൻ വന്ന പോലെ പോകത്തില്ല. രോഗിയായി വന്നെങ്കിൽ സൗഖ്യമുള്ളവനായി പോകും. സമാധാനമില്ലാത്തവനായി വന്നെങ്കിൽ സമാധാനത്തോടെ പോകും. സന്തോഷമില്ലാതെ വന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പോകും. ദൈവം എൻ്റെ ഡെസ്റ്റിനി മാറ്റുന്ന രാത്രിയാണ്. ദൈവം എൻ്റെ സ്ഥിതി മാറ്റുന്ന രാത്രിയാണ്. ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പുതപ്പുകളും വലിച്ചെറിയേ. എല്ലാ മുൻവിധിയുടെ പുതപ്പുകളും വലിച്ചെറിയേ. എല്ലാ അവിശ്വാസത്തിന്റെ പുതപ്പുകളും വലിച്ചെറിയേ. ആ പുതപ്പ് വിടാത്തിടത്തോളം കാലം അവന്റെ വിശ്വാസം വെളിപ്പെടത്തില്ല. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം പഴയ പുതപ്പുകൾ കാണരുത്. അതെല്ലാം വലിച്ചെറിയും. നിങ്ങളുടെ അത്ഭുതത്തിന് തടസ്സമായി, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമായി ഏതെങ്കിലും പുതപ്പുകളുണ്ടെങ്കിൽ, അവിശ്വാസത്തിൻ്റെ പുതപ്പുണ്ടെങ്കിൽ, മുൻവിധിയുടെ പുതപ്പുകളുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയുടെ പുതപ്പുണ്ടെങ്കിൽ, മുറുകെ പറ്റുന്ന എന്തെങ്കിലും പാപത്തിൻ്റെ പുതപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭാരത്തിൻ്റെ പുതപ്പുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ എൻ്റെ ദൂതിതാണ്, ആ പുതപ്പ് ഇന്ന് രാത്രി വലിച്ചെറിയണം. ആ പുതപ്പുകൾ വിട്ടിട്ട് മുറുകെ പറ്റുന്ന
ശീലങ്ങൾ, പാപങ്ങൾ, ഭാരങ്ങൾ, എല്ലാ പുതപ്പും വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തോട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. യേശു അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? വിശ്വാസമുള്ളവരോടാണ് യേശു ചോദിച്ചു. അവന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കാഴ്ച. അതേസമയത്ത് കുളത്തിൻ്റെ കരയിൽ കിടന്ന മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി ഓർക്കുന്നു, എനിക്കാരും ഇല്ലെന്ന്. എന്ന് പറഞ്ഞാൽ പഴയ തോട്ടത്തിലെ പരിപാടി. തിന്നോന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു? തന്നെന്ന് പറഞ്ഞു. ചോദ്യം എന്തുമായിരുന്നു? തിന്നോ? മറുപടി എന്തുമായിരുന്നു? തന്നെന്ന്. ഈ മനുഷ്യൻ അങ്ങനല്ല. അവനറിയാമായിരുന്നു അവൻ്റെ ആവശ്യം എന്താണ്. അവന് വ്യക്തമായ ഒരു ഉത്തരവുണ്ട്, എനിക്ക് കാഴ്ച വേണം. കർത്താവിനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. കാഴ്ച പ്രാപിച്ച് കഴിഞ്ഞുടൻ അവൻ ചെയ്തത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ദൈവം സൗഖ്യമാക്കിയത് ദൈവത്തെ മഹത്വീകരിക്കാനാണ്. ഒരിക്കൽ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിലും ഒരുത്തൻ മാത്രമാണ് തിരിച്ചു ചെയ്തത്. ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും ഒന്നുകൂടെ ക്ലോസായിട്ട് അവനെ അനുഗമിക്കാൻ വേണ്ടിയാണ് കർത്താവ് ചെയ്തത്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ, ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ? കൂടുതൽ ക്ലോസായിട്ട് അനുഗമിക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ മഹത്വം മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ മഹത്വമായിട്ട് മാറും. ദൈവത്തിന് മഹത്വം കിട്ടാത്ത ഒരു കാര്യത്തിലും ദൈവത്തിന് താല്പര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ചെയ്തു തന്നാൽ അതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും മഹത്വം കിട്ടും. ഇല്ലെങ്കിൽ പ്രാർത്ഥന വെറുതെ അധരവ്യായാമമായിട്ട് മാറും. നിങ്ങൾ രണ്ടുപേർ ഐക്യപത്യപ്പെട്ട് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് യാചിച്ചാൽ തരാമെന്നാണ് പറഞ്ഞു. പല പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത് അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ അതിൻ്റെ മുഴുമഹത്വവും ദൈവത്തിന് കിട്ടുമെന്ന് ഉറപ്പാകണം. വ്യക്തമായി പറയാം, പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മഹത്വം വക്കീലിനല്ല കിട്ടേണ്ടത്. മനസ്സിലായോ? ലോകപ്രകാരം നമ്മുടെ ബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ എന്ത് ദൈവം ചെയ്താലും 100% മഹത്വം ദൈവത്തിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ മഹത്വം എടുക്കാൻ വേറെ ആരെങ്കിലും ശ്രമിച്ചാൽ ദൈവം ഇടപെടത്തില്ല. മുഴുമഹത്വവും ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്നുള്ള ഉറപ്പോടുകൂടി എല്ലാ പുതപ്പും വലിച്ചെറിഞ്ഞ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അതിനായിട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന എന്തെങ്കിലും പുതപ്പുകൾ നമ്മൾ പുതച്ചിട്ടുണ്ടെങ്കിൽ ആ പുതപ്പുകളെല്ലാം ഈ രാത്രി വലിച്ചെറി. എനിക്ക് ആ പുതപ്പിന് ആവശ്യമില്ല. ഇന്ന് ദൈവം എൻ്റെ ഐഡൻറ്റിറ്റി മാറ്റാൻ പോവുക, എൻ്റെ സ്ഥിതി മാറ്റാൻ പോവുക. ഇനി ആ പുതപ്പിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല
ദൈവം ഒരു അത്ഭുതം ചെയ്താൽ എൻ്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് തന്നെ കൊടുക്കാമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അങ്ങേ സാഹിക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ.